നമ്മൾ ബൾക്കായിട്ട് ക്യാരറ്റ് പുഡിങ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് ഞാൻ നബിദിനത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. 3 കിലോ ക്യാരറ്റാണ് എടുത്തത്. പിന്നെ പാല് ഒരു 9 ലിറ്റർ വാങ്ങിന്, 8 ലിറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ചൈന ഗ്രാസ് നമ്മൾ 1 ലിറ്ററിന് 20 ഗ്രാം വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. പിന്നെ ആവശ്യത്തിന് നമുക്ക് മിൽക്ക് മെയ്ഡ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചൈന ഗ്രാസ് കുതിരേണ്ടതിന് പകരം ആദ്യം എന്ത് ചെയ്ത് ചൈന ഗ്രാസിലേക്ക് കുതിരാൻ്റെ വെള്ളം കൂടി പാലിലേക്ക് മറന്നൊഴിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതിലേക്ക് തന്നെ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ട് പാല് ചൂടാനും മെൽറ്റാകാൻ വെച്ചിട്ടോ ചൈന ഗ്രാസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാം. ബൾക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് ചൈന ഗ്രാസ് സെപ്പറേറ്റ് നമ്മൾ പിന്നെ മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പഞ്ചസാര ആവശ്യത്തിന് 1 ലിറ്ററിന് 1.25 കപ്പ് വെച്ചിട്ടാണ് ചേർക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഇതിന് 10.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിന്. പിന്നെ വാനില എസൻസ് കുറച്ച് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്തിന്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിന്. പിന്നെ മിൽക്ക് മെയ്ഡ് 2.5 ടിന്ന് ചേർത്ത് കൊടുത്ത്. നമുക്ക് മധുരത്തിന് എത്രയാണോ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഇത് ക്യാരറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ പൾപ്പ് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയതിൻ്റെ ശേഷം മാത്രം പിന്നെ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അതിലേക്ക് ആ പൾപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ചൈന ഗ്രാസ് മെൽറ്റ് ആവാൻ. അതുകൊണ്ട് നമ്മൾ പാലിലേക്കല്ലാതെ ആദ്യം ചൈന ഗ്രാസ് സെപ്പറേറ്റ് മെൽറ്റ് ചെയ്യുക കേട്ടോ. ഞാനിത് തിരക്കിട്ട് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്ത് ആ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യേണ്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് പിന്നെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് തന്നെ മെൽറ്റ് ചെയ്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ക്യാരറ്റിൻ്റെ പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ ക്യാരറ്റ് വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ വാങ്ങാൻ നോക്കുക. എന്നിട്ട് ഇതുപോലെ കുറേശ്ശായിട്ട് ചേർത്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വലിയ തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ നമുക്ക് എത്രയാണോ വേണ്ടി നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ച് ഒരു 1 ലിറ്ററോ അല്ലെങ്കിൽ 1/2 ലിറ്ററൊക്കെയാണ് ഒരു പിഞ്ച്, അല്ലെങ്കിൽ 2 പിഞ്ച് അങ്ങനെയൊക്കെ നമ്മളെ അതിനനുസരിച്ച് മധുരം ബാലൻസ് ചെയ്യാൻ സോൾട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷമാണ് ഞാൻ സെർവിങ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ടൊക്കെ ഓർഡർ കിട്ടുമ്പോൾ അതുപോലെ ചെയ്തെടുക്കാമെന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ 100 ml കപ്പിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശായിട്ട് കുറച്ചൊന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് പ്ലാസ്റ്റിക് പാത്രം ആയതുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനൊരു കപ്പിന് നമുക്ക് 25 രൂപ തന്നെ വാങ്ങാം. നമുക്ക് അല്ലാതെ നോർമൽ ഓർഡർ കുറച്ച് പീസ് ഓർഡറൊക്കെ ആണെങ്കിൽ 40 രൂപ വരെ ഒക്കെ വാങ്ങാം കേട്ടോ. 40-45 അല്ലാതെ നമുക്ക് ബൾക്കായിട്ടൊക്കെ കിട്ടുമ്പോൾ 20-25 കൊടുക്കേണ്ടി വരും. പക്ഷേ 20 നമുക്ക് വലിയ ലാഭം ഉണ്ടാവില്ല. അപ്പോൾ മിനിമം 25 കിട്ടിയാൽ നല്ലതാണ്. പിന്നെ നമ്മളെ ലോഗോ വെച്ചിട്ട് ഇതിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വിപ്പിംഗ് ക്രീം കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു സ്റ്റാർ ഫ്ലവർ പോലെ ഇങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ നട്ടും ബേബി കാഷ്യൂം കൂടി ഇട്ട് കൊടുത്ത് ഒരു ചെറിയും വെച്ചിട്ടാണ് കേട്ടോ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ക്യാരറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ജസ്റ്റ് ഷുഗറിൽ വേവിച്ചിട്ട് ഒന്ന് കാരമൽ പോലെ ചെയ്തിട്ട് അങ്ങനെയും വേണേൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ബൾക്കായിട്ടൊക്കെ ഓർഡറുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ മനസ്സിൽ കാണുക, അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ. 1 ലിറ്റർ കൊണ്ട് ഒരു 25 പീസൊക്കെ എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മളെ കപ്പിനനുസരിച്ച് നമ്മൾ ഓരോ പാത്രത്തിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മളൊരു ട്രേ പുഡിങ് കൊടുക്കുകയാണെങ്കിൽ 800 മുതൽ 850 വരെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ ഏരിയക്ക് അനുസരിച്ച് കുറവാണെങ്കിൽ 700 വരെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ. 1 ലിറ്റർ വെച്ച് ഒരു ട്രേയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് വേണമെങ്കിൽ ഇതുപോലെയും ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ട്രേയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പീസായിട്ട് വേണമെന്നുള്ള ആൾക്കാർക്ക് ഇതുപോലെ 100 ml കണ്ടെയ്നറൊക്കെ ബേക്കിങ്ങിൻ്റെ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണേ. അപ്പോൾ അതുപോലെ വാങ്ങിയിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ,
അറിയാത്ത ആൾക്കാർക്ക് ഇതൊരു ട്രൈ ചെയ്ത് നോക്കും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി മതിയെങ്കിൽ 1 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്യുക, 1/2 ലിറ്റർ പാൽ വെച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക, നമ്മളെ ഒരു ട്രയലോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ മതി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.